ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട പാസ്തയാണിത്. നല്ല ക്രീമിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. പാസ്ത വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാനിതുപോലെ നീളത്തിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റ് എടുത്തപ്പോൾ തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പാസ്ത അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. നമുക്ക് ഇനിയും കുറച്ചും കൂടെ വേവിക്കാനുള്ളതാണ്. ഞാൻ അതിലെ വെള്ളം ഊറ്റി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 2 ടീസ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുക്കാവരുത്. ഇത് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ പാനിൽ തന്നെ 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാസ്ത എടുത്ത അതേ കപ്പിൽ തന്നെയാണ് പാലെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് നന്നായി കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം എരിവുള്ളതാണ്. കുട്ടികൾക്കാവുമ്പോൾ അധികം എരിവ് കൂടി കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ പാസ്ത ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ സമയത്ത് വൈറ്റ് സോസ് കൂടുതൽ കട്ടിയായിട്ട് തോന്നിയാൽ നമുക്ക് കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ള കാരണം ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാല് വെച്ച് ചെയ്ത കാരണം അല്ലെങ്കിൽ നല്ലൊരു ക്രീമി ടേസ്റ്റ് തന്നെ ഉണ്ട് പാസ്തയ്ക്ക്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.